ഇന്ന് നമ്മൾ കുറച്ച് ടോപ്സ്, ഷർട്ട്സ്, കഫ്താന് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു അടിപൊളി ഹോൾ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്കും കൂടെ ചെയ്തേക്കാം. ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു അടിപൊളി ടോപ്പാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പാണ് കേട്ടോ. ഒരു വെറൈറ്റി മോഡൽ ടോപ്പാണ് കേട്ടോ. ഇതിന്റെ മെറ്റീരിയൽ എന്നിട്ട് കോട്ടനും റയോണും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. നമുക്ക് ഈ ഒരു സമ്മർ സീസണിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടോപ്പാണ്. നമുക്ക് ജീൻസിന്റെ കൂടെയും ഒക്കെ പെയർ ചെയ്ത് ഇടാൻ പറ്റും. കാഷ്വൽ വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും എല്ലാ ടൈപ്പിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോട്ടൺ റയോൺ മെറ്റീരിയൽ വന്നിട്ടുള്ള ടോപ്പാണ്. ഇതൊരു വി നെക്കാണ് കേട്ടോ. ഇതിന്റെ ഈ ഒരു നെക്ക് ഭാഗത്ത് നല്ല ഭംഗിയുള്ള ഒരു ബ്രൗൺ ഓഫ് വൈറ്റ് ഷെയ്ഡില് ത്രെഡിങ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ത്രെഡിങ് ആണ് കേട്ടോ. സ്ലീവ് വന്നിട്ട് ഇതാ ഫുൾ സ്ലീവ് അല്ല എങ്കിൽ പോലും നമുക്ക് ഇത്ര വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ലീവ് ആണ്. അതിന്റെ എൻഡ് പോർഷനിൽ ഇതുപോലെ ഇങ്ങനെ ഒരു ത്രെഡ് വർക്കും ലേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ താഴെയും ഇതേപോലത്തെ റെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വൈറ്റ് കളറിലുള്ള റെഡ് വർക്ക് താഴെ വന്നിട്ട് നമ്മുടെ സ്ലീവിലും നെക്ക് പോർഷനിലുള്ള ഈ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇതും തന്നെ ഇതിന്റെ കട്ടിങ് വെറൈറ്റി ആണ് കേട്ടോ. കട്ടിങ് നമ്മുടെ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് കട്ടിങ് വന്നിട്ടുള്ളത്. സാധാരണ നമ്മുടെ ഷർട്ടൊക്കെ റൗണ്ട് അല്ലെങ്കിൽ കറക്റ്റ് ലെവലിലാണ് നിൽക്കാറ്. പക്ഷെ ഇതിൻ്റെത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ്. ഫ്രണ്ടിലും ബാക്കിലും ഇങ്ങനെ ഷേപ്പിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ബാക്കിൽ പിന്നെ ത്രെഡ് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, പ്ലെയിൻ ആണ് കേട്ടോ. സ്ലീവിന്റെ ഇവിടെയും പ്ലെയിൻ ആണ്. ഈ ഒരു ഇവിടെ മാത്രമേ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. നല്ല ടോപ്പാണ്, നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പ്രൈസും വർത്ത് ആയിട്ടുള്ള പ്രൈസ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വൺ ടോപ്പ്. അപ്പൊ ഇതിന്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് XL ആണ് കേട്ടോ. ഇനി നമ്മുടെ രണ്ടാമത്തെ ടോപ്പ് കാണിച്ചു തരാം. ഇതൊരു ഷർട്ട് ആണ് കേട്ടോ. ഇത് ഞാൻ കുറെ കാലമായിട്ട് മേടിച്ച് നോക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള ഷർട്ടാണ്. കാരണം മീഷോയിൽ കാണുമ്പോൾ നല്ല അടിപൊളി ലുക്ക് ആയിട്ടുണ്ട്. അപ്പൊ കയ്യിൽ കിട്ടുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ എന്റെ കയ്യിൽ ഇന്ന് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു വൈബ്രന്റ് ആയിട്ടുള്ള കളറാണ് ഇതിൽ മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് അതിൽ കോട്ടൺ എന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ കോട്ടൺ മെറ്റീരിയൽ അല്ല, ഇതൊരു ക്രേപ്പ് മെറ്റീരിയലിന്റെ പോലെയാണ് കേട്ടോ. ഒട്ടും വിയലടിക്കാത്ത നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി ഷർട്ടാണ്. കോളേഡ് ആയിട്ടുള്ള നെക്കാണ് വന്നിട്ടുള്ളത്. കംപ്ലീറ്റ് ബട്ടൺസ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ബട്ടൺസ് ഇതിൽ കാണാൻ പറ്റില്ല കാരണം കംപ്ലീറ്റ് ബ്ലാക്ക് ബട്ടൺസ് ആണ്. നല്ല കളർഫുൾ ആയിട്ടുള്ള പ്രിന്റ് വർക്ക് കൊടുത്തിട്ട് നമ്മുടെ പുഷ്പയിലെ ഷർട്ടൊക്കെ കണ്ടിട്ടില്ലേ, അതേപോലെ പ്രിന്റിങ് കൊടുത്തിട്ടുള്ള ഒരു ഷർട്ടാണ്. സ്ലീവ് ഇതാ ഫുൾ സ്ലീവ് ആണ്. അതിലും ഇതുപോലത്തെ പ്രിന്റിങ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലും ഇതുപോലെ കംപ്ലീറ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചിലർക്ക് ഇഷ്ടാവും, ചിലർക്ക് ഇഷ്ടാവില്ല. അങ്ങനെയുള്ളൊരു ഷർട്ടാണ്. ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിനനുസരിച്ചിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ഷർട്ടാണ്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് ക്രേപ്പ് ആണ്. പ്രൈസ് അടിപൊളി പ്രൈസ് ആണ്. വർത്ത് ആയിട്ടുള്ളതാണ്, അഫോർഡബിൾ ആണ് കേട്ടോ. ഇതിന്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് മീഡിയം ആണ് കേട്ടോ. കാരണം ഓരോന്നിന്റെയും സൈസ് വ്യത്യസ്തമായിരിക്കും. നമ്മൾ ഷർട്ട് ആണെങ്കിൽ ചിലപ്പം ഓവർ സൈസ് ഷർട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ടോപ്പ് ആണെങ്കിൽ കുറച്ച് വീതിയൊക്കെ ഉള്ള ടോപ്പ് ഉണ്ടാവും. അപ്പൊ എന്തായാലും നിങ്ങൾ സൈസ് അനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. ചിലർക്ക് കറക്റ്റ് സൈസിൽ ഇടാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് കുറച്ച് ലൂസ് ഫിറ്റിൽ ഇടാനായിരിക്കും ഇഷ്ടം. അപ്പൊ അതിനനുസരിച്ചിട്ട് എടുക്കുക. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കളർ ഇളകി പോകും, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലും കൂടിയാണ് കേട്ടോ. ഇനി മൂന്നാമത്തെ നമ്മുടെ ഡ്രസ്സ് വന്നിട്ട് ഇതാ ഈ ഒരു കഫ്താനാണ് കേട്ടോ. ഞാൻ കുറെ ടൈം വെയിറ്റ് ചെയ്ത് നിന്ന ഒരു ഡ്രസ്സായിരുന്നു ഈ ഒരു കഫ്താന്. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഒരു വൈറ്റും ക്രീമും യെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു കളറാണ്. നല്ല അടിപൊളി കളറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെടായിരിക്കാം. ഇതിന്റെ പല കളേഴ്സ് അവൈലബിൾ ആണ്. ഈ ഒരു കളറാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് കേട്ടോ. ഇതിന്റെ നെക്ക് വന്നിട്ട് ഇതാ ഈ ഒരു വി നെക്കാണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്, നല്ല മെറ്റീരിയൽ ആണ്. സമ്മർ സീസണിലൊക്കെ ഇടാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ. സ്ലീവ് നമ്മുടെ കഫ്താനിന്റെ ഇങ്ങനെ തന്നെയാണല്ലോ. പിന്നെ ഇതിന്റെ ഒരു കാര്യം പറയാനുള്ളത്, ഇതിന്റെ ഏറ്റവും എൻഡ് പോർഷനിൽ ഇങ്ങനെ ഓപ്പൺ കൊടുത്തിട്ട് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് ബാക്കി ഓപ്പൺ ആണ് കേട്ടോ. കംപ്ലീറ്റ് ഇത് താഴെ വരെയില്ല, നമ്മുടെ ഹാഫ് ലെങ്ത് വരെ ഉള്ളൂ. കംപ്ലീറ്റ് കവർ ചെയ്യില്ല. പാന്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പാന്റ് കാണാൻ പറ്റും. ആ ഒരു രീതിയിലാണുള്ളത് കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കഫ്താനാണ് കേട്ടോ. പല കളേഴ്സ് അവൈലബിൾ ആണ്. സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് നോക്കട്ടെ കേട്ടോ, 38 ആണ് കേട്ടോ. മീഡിയം സൈസ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എല്ലാവരും സൈസ് നോക്കിയിട്ട് സെലക്ട് ചെയ്യുക കേട്ടോ.
ബാക്ക് സൈഡ് വന്നിട്ടും ഇതാ ഇതുപോലെയാണ്. പിന്നെ ഇത് ചെറുതായിട്ടൊന്ന് നീലടിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ കഫ്താന്റെ കൈ നമുക്കറിയാലോ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ഉള്ളിൽ എന്തായാലും ഒരു ഇന്നർ ഇടണം. ഒരു വൈറ്റ് ഇന്നറോ ബ്ലാക്ക് ഇന്നറോ ഒക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് പെയർ ചെയ്യാം. ഇതിലോട്ടൊരു ക്രീമോ വൈറ്റോ ഷോളും കൂടെ പെയർ ചെയ്താൽ അടിപൊളി ലുക്ക് ആയിരിക്കും. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇതിന്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ കമന്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കൊടുക്കാം. വേണ്ടവര് കമന്റ് ബോക്സിൽ ഒന്ന് ലിങ്ക് ഒന്ന് ചോദിക്കും കൂടെ ചെയ്യാട്ടോ. നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ള ഡ്രസ്സാണ് ഇത് കേട്ടോ. ഇതൊരു വൈറ്റ് ടോപ്പ് ആണ് കേട്ടോ. ഷർട്ടിന്റെ പോലെ കോളേഡ് ആയിട്ടുള്ള ഷർട്ടാണ്. ബട്ടൺസ് ഉണ്ട്. സ്ലീവ് ഫുൾ സ്ലീവ് ആണ്. സാധാ ഷർട്ടിന്റെ പോലെയാണ്. പക്ഷെ താഴെ വന്നിട്ട് ഇതുപോലെ ഒരു ഇലാസ്റ്റിക് കൊടുത്തിട്ട് രണ്ട് സൈഡിലും ഇതുപോലത്തെ കയർ കൊടുത്തിട്ടുണ്ട് കെട്ടാൻ വേണ്ടിയിട്ട്. ബാക്കിൽ ഇതുപോലെയാണ് കേട്ടോ. ഇതെന്താ വെച്ചാൽ നമ്മൾ സ്കേർട്ടിന്റെ കൂടെ ഇടാനാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത്. ജീൻസിന്റെ കൂടെ പെയർ ചെയ്തിടാം. സ്കേർട്ടിന്റെ കൂടെ എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ബെൽറ്റിന്റെ ആ ഒരു സൈഡ് രണ്ട് സൈഡും കറക്റ്റ് ഇലാസ്റ്റിക് വലിച്ചു കെട്ടിയാൽ നല്ല ഇൻസൈഡ് ടൈപ്പിൽ കിട്ടും. അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വൈറ്റ് ഷർട്ട് വാങ്ങിയിട്ടുള്ളത്. ഇതിന്റെ ബ്ലാക്ക് കളറും അവൈലബിൾ ആണ്, വൈറ്റ് കളറും അവൈലബിൾ ആണ്. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് ഒരു പോളിസ്റ്റർ മെറ്റീരിയൽ ആണ്, കോട്ടൺ മെറ്റീരിയൽ അല്ല. പിന്നെ ഇതിന്റെ ഉള്ളില് ചെറിയൊരു ഇന്നർ ഇടേണ്ടി വരും, കാരണം വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ മേലെടുക്കാൻ കുറച്ച് സാധ്യത ഉണ്ട്. എത്ര ക്വാളിറ്റി ഉള്ളതാണെങ്കിലും വൈറ്റ് ആവുമ്പോൾ കുറച്ച് മേലെടുക്കുമല്ലോ. ബ്ലാക്കിനാവുമ്പോൾ അത്ര വലിയ പ്രശ്നമില്ല, വൈറ്റിനാവുമ്പോൾ ആ ഒരു നീലടിക്കുന്ന പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിന്റെ കൂടെ ഇന്നറും കൂടെ പെയർ ചെയ്തിട്ടിടാം. അപ്പൊ ഇതാണ് നമ്മുടെ 4 ഡ്രസ്സ് വന്നിട്ട്. ഒരു കഫ്താൻ ഉണ്ട്, ഒരു ഷർട്ട് ഉണ്ട്, 2 ടോപ്സും ഉണ്ട്. അപ്പൊ 4 ഡ്രസ്സും ഇതാണ്. അടിപൊളി മെറ്റീരിയൽ ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകളാണ്. ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ പിൻ ചെയ്തിടാം. അപ്പൊ എന്റെ ചാനൽ ആരെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.